അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, തഹജ്ജുദ് നിസ്കാരം കൊണ്ട് ജീവിതം രക്ഷപ്പെട്ട ഒരു പ്രവാസിയുടെ അനുഭവ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. തഹജ്ജുദ് നിസ്കാരത്തിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്താം എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഈ കഥ. സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് ജീവിതം പാതാളത്തോളം താഴ്ന്നുപോയ ഒരു പ്രവാസി മലയാളി യുവാവിൻ്റെ ജീവിതമാണ് തഹജ്ജുദ് എന്ന പ്രാർത്ഥനയുടെ കരുത്തിൽ മാറിമറിഞ്ഞത്. ഗൾഫിലെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു അയാൾ. തൻ്റെ കഠിനാധ്വാനത്തിലും ബുദ്ധിയിലും മാത്രം വിശ്വസിച്ചിരുന്ന കാലത്ത് പ്രാർത്ഥനകൾ കേവലം ചടങ്ങുകൾ മാത്രമായിരുന്നു. എന്നാൽ വിധി കാത്തുവെച്ച പരീക്ഷണം അപ്രതീക്ഷിതമായ ഒരു വലിയ സാമ്പത്തിക ചതിയുടെ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിലേക്ക് വന്നത്. വിശ്വസിച്ച പങ്കാളി കോടികളുമായി മുങ്ങിയതോടെ അയാളുടെ ജീവിത ഗ്രാഫ് കുത്തനെ താഴേക്ക് പതിച്ചു. ആഡംബര കാറുകൾക്കും വലിയ വീടിനും പകരം നിയമക്കുരുക്കുകളും ജയിൽ ഭീഷണികളും അയാളെ വേട്ടയാടി. പാസ്പോർട്ട് കണ്ടുകെട്ടപ്പെടുകയും നാട്ടിലെ വീടിന് മുന്നിൽ ജപ്തി നോട്ടീസ് പതിക്കുകയും ചെയ്തതോടെ അയാൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. സുഹൃത്തുക്കളും ബന്ധുക്കളും അകന്നു തുടങ്ങിയപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ആ ഇരുണ്ട രാത്രിയിലാണ് അയാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ വിത്ത് പാകിയത്. ഫോണിലൂടെ സങ്കടം പറഞ്ഞ അയാളോട് നാട്ടിലിരുന്നു കൊണ്ട് ഉമ്മ നൽകിയ ഉപദേശം ഇതായിരുന്നു: മോനെ, ഭൂമിയിലെ എല്ലാ വാതിലുകളും അടയുമ്പോൾ ആകാശത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും. നീ ലോകം ഉറങ്ങുന്ന നേരത്ത് നിന്റെ രക്ഷിതാവിനോട് ചോദിക്കുക. ആ വാക്കുകൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ ആദ്യമായി അയാൾ തഹജ്ജുദ് നിസ്കരിക്കാൻ തീരുമാനിച്ചു. AC പോലുമില്ലാത്ത ഒരു ചെറിയ മുറിയിലെ തണുത്ത തറയിൽ പായ വിരിച്ച് അയാൾ പ്രാർത്ഥിക്കാനിരുന്നു. ആദ്യമൊക്കെ മനസ്സ് അസ്വസ്ഥമായിരുന്നുവെങ്കിലും ഓരോ സുജൂദിലും തൻ്റെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞു തുടങ്ങിയതോടെ വല്ലാത്തൊരു ആത്മീയ ശാന്തി അയാളെ പൊതിഞ്ഞു. ആ പ്രാർത്ഥന വെറുമൊരു യാചനയായിരുന്നില്ല, മറിച്ച് തകർന്നടിഞ്ഞ മനസ്സിനെ പടുത്തുയർത്താനുള്ള ഒരു ഊർജമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. പുറമേ പ്രശ്നങ്ങൾക്കൊന്നും വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും അയാളുടെ ഉള്ളിലെ ഭയം മാറിത്തുടങ്ങി. പകരം വലിയൊരു ആത്മവിശ്വാസം വന്നു തുടങ്ങി. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്ന അയാൾക്കിപ്പോൾ തൻ്റെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം ലഭിച്ചു. അങ്ങനെയിരിക്കെയാണ് അത്ഭുതങ്ങൾ ഓരോന്നായി സംഭവിക്കാൻ തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുമ്പ് അയാൾ നിസ്വാർത്ഥമായി സഹായിച്ച ഒരു സുഹൃത്ത് അപ്രതീക്ഷിതമായി അയാളെ വിളിക്കുകയും ഒരു പുതിയ ബിസിനസ് പ്രൊജക്റ്റിൽ പങ്കാളിയാക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. നിയമക്കുരുക്കുകളിൽ കുടുങ്ങിക്കിടന്ന കേസുകൾ അവിശ്വസനീയമായ രീതിയിൽ ഒത്തുതീർപ്പിലെത്തി. അടഞ്ഞുവെന്ന് കരുതിയ വഴികളെല്ലാം ഓരോന്നായി തുറക്കപ്പെടാൻ തുടങ്ങി. അയാളുടെ ജീവിത ഗ്രാഫിപ്പോ സാവധാനം മുകളിലേക്ക് ഉയരുകയായിരുന്നു. വെറും കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ തൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, പഴയതിനേക്കാൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്തു. എന്നാൽ ഈ വിജയത്തിനിടയിലും അയാൾ തൻ്റെ തഹജ്ജുദ് നിസ്കാരം കൈവിട്ടില്ല. തൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം അന്വേഷിച്ചവരോട് അയാൾ പറഞ്ഞത്, പകൽ വെളിച്ചത്തിൽ ഞാൻ നേടിയതെല്ലാം രാത്രിയുടെ ഇരുട്ടിൽ തഹജ്ജുദിലൂടെ ചോദിച്ചു വാങ്ങിയതാണ് എന്നാണ്. തോറ്റുപോയെന്ന് ലോകം വിധിയെഴുതിയ ഒരിടത്ത് നിന്ന് ആരും സഹായിക്കാനില്ലാത്ത നിമിഷത്തിൽ പടച്ചവൻ്റെ മുന്നിൽ വിറക്കുന്ന കൈകളുമായി നിന്ന ഒരു മനുഷ്യന് പ്രപഞ്ചനാഥൻ നൽകിയ വലിയൊരു കൈത്താങ്ങായിരുന്നു ആ ജീവിതം. ഇന്നും ആ യുവാവ് വിശ്വസിക്കുന്നത് ലോകം മുഴുവനും എതിർത്താലും ആകാശത്തിൻ്റെ വാതിലിൽ മുട്ടുന്നവനെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല എന്നാണ്. തകർച്ചയുടെ ഗർത്തത്തിൽ നിന്ന് വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് ആ ജീവിതത്തെ നയിച്ച ആ ഗ്രാഫിൻ്റെ ഓരോ വളർച്ചയും തഹജ്ജുദ് എന്ന പുണ്യകർമ്മത്തിൻ്റെ ജീവിക്കുന്ന തെളിവായി ഇന്നും അവശേഷിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ തഹജ്ജുദ് നിസ്കാരം അമൂല്യമായ ഒരു നിധിയാണ്. ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും അള്ളാഹു നമുക്ക് നൽകുന്ന മനോഹരമായ ആരാധന. അള്ളാഹു തഹജ്ജുദിൻ്റെ വാക്താക്കളിൽ ജീവിതത്തിൽ പകർത്തുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.